കർത്താവിൻ്റെ ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷയായിരിക്കുന്ന ഞാൻ ക്രിസ്തുവിലേറെ സ്നേഹിക്കുന്ന പ്രിയ ബീന ആൻറ്റി, ഞാൻ വന്ദനം പറയാൻ സമയം ഒത്തിരി കഴിഞ്ഞു പോയി. ഈ ഇരിക്കുന്ന അമ്മമാരെയെല്ലാം ഞാൻ ഹൃദയത്തിൽ വഹിക്കുകയും ഞാനവരെ വളരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. അവരോട് ഇപ്പം വന്ദനം പറയുന്നില്ല, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാവർക്കും വന്ദനം പറയും. അതുകൊണ്ട് ഈ സമയം ഞാൻ എല്ലാം നിർത്തി ദൈവവചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതുപോലെ ആദ്യമായി ഈ ജനറൽ കൺവെൻഷനിൽ ദൈവവചനം സംസാരിക്കുന്നത് പ്രിയ ഷാരോലെ അമ്മച്ചിയാണ് എന്നെ ആദ്യ സ്റ്റേജിൽ കയറ്റുന്നത്. അന്ന് എനിക്ക് 19 വയസ്സ് 20 വയസ്സാകുന്നതിന് മുമ്പ് ഞാൻ ഈ കൺവെൻഷൻ സ്റ്റേജിൽ ഇവിടെ ദൈവവചനം സംസാരിച്ചു. അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഈ നിലകളിൽ ഇവിടെ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം എനിക്ക് എന്നൊരു ദൂത്, സമയം കഴിഞ്ഞു പോയി, 5 മിനിറ്റ് വൈകിയാണ് ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എങ്കിലും കർത്താവ് ഉള്ള സമയം കൊണ്ട് നമ്മളോട് സംസാരിക്കാൻ ദൈവം വിശ്വസ്തന. നമുക്കറിയാം ഞാൻ ഇന്നത്തെ തീമിൽ തന്നെ സംസാരിക്കത്തുള്ളൂ കേട്ടോ. നമ്മുടെ തീം നമ്മൾ കേട്ടല്ലോ, റോമാലേഖനം 8:18 വാക്യമാണ് നമ്മുടെ തീം. എർത്തലി സഫറിങ് ആൻഡ് ഹെവൻലി ഗ്ലോറി. നമ്മൾ ഒത്തിരി മെസ്സേജുകൾ കേട്ടു. പോൾസ് മാസ്റ്റർ പീസ ഏത് ഈ റോമാലേഖനം. പക്ഷെ ഇത് കൊടുത്തു വിട്ടത് ആരുടെ കയ്യിലാണെന്നറിയാമോ? ഫേബ എന്ന് പറഞ്ഞൊരു സഹോദരിയുടെ. അപ്പം ദൈവത്തിന് നമ്മളെ എത്ര വിശ്വാസമാണ്. ഈ വചനത്തിന്റെ ദൈവശാസ്ത്രങ്ങളുടെ കനിഗർഭമായ ഈ ലേഖനം ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുത്തു വിടുവാൻ സ്തോത്ര ദൈവത്തിന് പ്രസാദം തോന്നി. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ വിശ്വസിക്കുന്നെന്ന്. ഇത് മറ്റെങ്ങും കൊണ്ട് മിസ് ചെയ്യാതെ കൊടുക്കേണ്ടടത്ത് കൊടുക്കുമെന്ന് ദൈവത്തിന് നന്നായി അല്ലേ. അതുപോലെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാനും ദൈവം ഒരു സ്ത്രീയെ തെരഞ്ഞെടുത്തു. കർത്താവിനറിയാം ഈ സത്യം പറയേണ്ടടുത്ത് ഒട്ടും ചോർന്നു പോകാതെ കൊണ്ടെത്തിക്കുമെന്ന്. ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം ഒരു കാര്യം നമ്മുടെ കാര്യങ്ങളിൽ ഫലമേൽപ്പിച്ചാൽ എത്തേണ്ടടുത്ത് വിശ്വസ്തയായി കൊടുക്കുമെന്ന് ദൈവത്തിന് നമ്മളെ എത്ര പേരെ വിശ്വസിക്കാൻ കഴിയും? ഞാൻ ഓടിപ്പോകട്ടെ. ഈ 8ാം അധ്യായത്തിലെ മെയിനായിട്ട് 2 തീം. 8ാം അധ്യായം പരിശുദ്ധാത്മ ചാപ്റ്റർ ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് 2 തീമാണ്. ഒന്ന്, ദ പ്രിവിലേജ് ഓഫ് ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളുടെ പദവി. എല്ലാം ഒന്നും പറയാൻ സമയമില്ല. എന്താ പദവി? 1-ാം വാക്യം പറഞ്ഞിരിക്കുക, ക്രിസ്തുവിലായ നമ്മളുടെ ശിക്ഷാവിധി മാറിപ്പോയി. സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിലായതാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭാഗ്യാവസ്ഥ. നിത്യനരകത്തിന് വിധിക്കപ്പെട്ട നമ്മുടെ ശിക്ഷാവിധി യേശു മാറ്റി. ഹല്ലേലൂയ. അത് മതിയല്ലോ ഒരായുസ് മുഴുവൻ സന്തോഷിക്കുവാൻ ഉള്ള കാര്യം. രണ്ടാമത്തേത് സ്തോത്രം, പരിശുദ്ധാത്മാവ് തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങൾ. എന്താ വൻ കാര്യങ്ങൾ? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ, ഇനി ചെയ്യുകയുള്ളൂ. ഹല്ലേലൂയ. എന്താ പരിശുദ്ധാത്മാവ് ചെയ്ത വൻ കാര്യങ്ങൾ? വലിയൊരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ ഒറ്റ വാക്യം വായിക്കാം. അല്ല, നിങ്ങൾ പറയത്തില്ലേ ഒരു വാക്യവും വായിച്ചില്ലെന്ന്. അതുകൊണ്ട് 8:14 വാക്യം വായിക്കാം. ഞാൻ തന്നെ പറഞ്ഞോളാം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രഥമമായ ഒന്നാണ് നമ്മെ നടത്തുക. ഹല്ലേലൂയ. നടത്തുവോ? ഇത് എഴുതിയ ലേഖനകർത്താവിനോടൊന്ന് ചോദിക്കുക, അല്ലയോ പൗലോസ്, ഈ പറഞ്ഞതിനകത്ത് വല്ല സത്യമുണ്ടോ? പൗലോസ് പറയും, 100 സാക്ഷ്യങ്ങൾ നിരത്തി വെക്കാൻ എനിക്കുണ്ട്, പക്ഷേ ജനറൽ കൺവെൻഷൻ അല്ലേ, സമയം കുറവല്ലേ, അതുകൊണ്ട് ഒറ്റ കാര്യം പറയാമെന്ന് പൗലോസ് പറയുക. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായത്തിലേക്ക് കടന്നു. ഒന്നും വാക്യം വായിക്കുന്നില്ല. അവിടെ ചോദിക്കേ, ഒരു വലിയ യാത്രയാ അല്ലേ. പ്രതികൂലത്തിന്റെ കാറ്റുകൾ ആഞ്ഞടിച്ച് 5 കാറ്റുകൾ ആഞ്ഞടിക്കുന്നുണ്ട്. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ട കാറ്റുമുണ്ട്, ഈശാനമൂലനുമുണ്ട്. അങ്ങനെ കാറ്റുകളൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് അടിക്കുക. അതിന്റെ നടുവിൽ സ്തോത്ര കപ്പലോടി ഇളകുക. നമ്മളിങ്ങനെ വായിക്കുന്നേ, രക്ഷപ്പെടുമെന്നുള്ള ആശ 276 പേർ നഷ്ടപ്പെട്ടു പോയി. സ്തോത്രം. പൗലോസിനടക്കം രക്ഷ നഷ്ടപ്പെടുമെന്നല്ല, രക്ഷപ്പെടുമെന്നുള്ളത്, അക്കരെ ചെന്നെത്തുമെന്നുള്ള ആശ സകലരുടെയും നഷ്ടപ്പെട്ടു പോയി. എല്ലാവരും പ്രാണഭയത്തിലായി. ഇതിനകത്തുള്ള വാക്യങ്ങൾ എല്ലാവരും പ്രാണഭയത്തിലായി, അലമുറയിട്ട് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷേ കേൾക്കണം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വാക്യങ്ങൾ അതിനകത്തുണ്ട്. 27, 23, 24 വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പം, ആ രാത്രിയിൽ ജനം മുഴുവൻ അലമുറയിട്ട് നിലവിളിക്കുന്ന പാതിരാത്രിയിൽ, അർദ്ധരാത്രിയിൽ സ്വർഗത്തിലെ ദൈവം പൗലോസിന്റെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനാഥരല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് അങ്ങ് തലയ്ക്കൽ വരെ നമ്മളെ നടത്തുവാൻ ഒരപ്പൻ തന്റെ മകനെ കൈ പിടിച്ച് നടത്തുന്നത് പോലെ ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ഹല്ലേലൂയ. സ്തോത്ര. യേശുവിന്റെ രക്തത്തിന്റെ വിലയ നമ്മൾ നടുക്കടലിൽ തള്ളിയിടുന്നവനല്ല. ആ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് അർദ്ധരാത്രിയിൽ തിരമാലകളെ കാൽ കീഴാക്കി ദൈവത്തിന്റെ ദൂതൻ ആരുടെ അടുത്ത? കപ്പിത്താന്റെ അടുത്തല്ല. ആരുടെ അടുത്ത? പ്രാർത്ഥിക്കുന്ന പൗലോസിന്റെ അരികിൽ. എന്നിട്ട് ആ കാതിൽ മന്ദമായൊരു മൃദുസ്വരം പറഞ്ഞു, പൗലോസേ, ഡു നോട്ട് ബി അഫ്രൈഡ്. ഹല്ലേലൂയ. ഐ ആം വിത്ത് യു. സ്തോത്രം. യു സ്റ്റാൻഡ് ബിഫോർ യു
സീസറുടെ അരികിൽ നിൽക്കും. ദൈവത്തിന്റെ ദൂതുകൾ ഏത് തകരുന്ന കപ്പലിന്റെ അകത്തും തന്റെ ജനത്തോട് സംസാരിക്കാൻ ദൈവത്തിന് കഴിയും കേട്ടോ. പ്രിയപ്പെട്ടവരെ, നാം എത്രമാത്രം ഉടയുമോ അത്രമാത്രം ദൈവം നമ്മെ ഉപയോഗിക്കും. നാം എത്രമാത്രം തകർക്കപ്പെടുമോ അത്രമാത്രം ദൈവം നമ്മെ ഉപയോഗിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പങ്കുവെക്കാം. എത്രമാത്രം ദൈവം നമ്മളെ താഴ്ത്തുമോ അത്രമാത്രം നമ്മളെ ദൈവം ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വചനങ്ങളെല്ലാം എൻ്റെ ജീവിതാനുഭവമാണ്. ജീവിതാനുഭവം ഇല്ലാത്ത ഒറ്റ വാക്ക് ഞാൻ എൻ്റെ അധരങ്ങളിൽ നിന്ന് പറയാറില്ല. നിങ്ങൾക്ക് പലർക്കും അറിയാം, എൻ്റെ മൂത്ത കുഞ്ഞ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു 10 വയസ്സുള്ളപ്പോൾ. സ്തോത്രം. 5 ജസിമാമയൊക്കെ വന്ന് ഇവരെ ഒട്ടുമുക്കാൽ മോളിമാമയും ഈ മോളിമാമരും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ അവൾ അവസാനം അവൾ സ്വർഗത്തിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുക. അപ്പം ഞങ്ങൾ ഒരിക്കൽ ചോദിച്ചു, മോനെ നിനക്ക് ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ ഞങ്ങളോട് ജീവിക്കാനല്ലേ ആഗ്രഹം? അവൾ പറയാ, അല്ല, ഞാൻ യേശുപ്പച്ചനെ കണ്ടു കഴിഞ്ഞു. എന്നിട്ട് അവൾ അടുത്ത വാക്ക് പറയാ, സ്വർഗം കണ്ടാൽ പിന്നാരും ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. സ്വർഗം കണ്ടാൽ, ദൈവ തേജസ് കണ്ടാൽ പിന്നെ ആരും ഈ ഭൂമിയിൽ നിൽക്കാൻ ആഗ്രഹിക്കത്തില്ല. നമുക്കെന്താ ഈ ഭൗമിക പറ്റുവാനം? നമ്മൾ ഇതുവരെ കാണേണ്ടവനെ നിത്യ തേജസ്സിന്റെ മാഹാത്മ്യം കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. നമ്മുടെ അകത്തെ ദൃഷ്ടി പ്രകാശിക്കപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ഞാനിങ്ങനെ പറഞ്ഞാൽ സമയം ഒത്തിരി കടന്നു പോകും. ഞാൻ ഓടി വരട്ടെ. ഹല്ലേലൂയ. നമ്മൾ നോക്കണേ, ആ തകരുന്ന കപ്പൽ എവിടെ ചെന്ന് നമുക്കറിയാം, ലാൻഡ് ചെയ്യുന്നറിയാം. മെലീത്ത ദ്വീപിൽ ചെന്ന് ലാൻഡ് ചെയ്യും. അവിടെ കഷ്ടങ്ങളുടെ ഘോഷയാത്രയാണ്. കയ്യിൽ എന്തോ തൂങ്ങി? ഒരണലി തൂങ്ങി. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറഞ്ഞു നിർത്തട്ടെ. എന്നാൽ നമ്മൾ 28 അധ്യായത്തിൽ ഈ കപ്പൽ പോകുന്ന ഒരു പരാജയത്തിന്റെ കപ്പലുമാണ്. 276 270 ക്രിമിനൽസാ. പൗലോസിനെ ക്രിമിനലിന്റെ പട്ടികയിലാണ് കൂട്ടി വെച്ചേക്കുന്നത്, അല്ലേ? 270 ക്രിമിനലുമായിട്ട് പോകുന്ന ഒരു കപ്പൽ. ഓർത്ത് നോക്കിയേ, മെലീത്ത ദ്വീപിൽ ഈ കപ്പൽ ക്രിമിനൽ കപ്പലല്ല, ഒരു സഭയായി. ദൈവത്തിന് സ്തോത്രം. ഈ കപ്പൽ ഒരു സഭയായി. ദിസ് ഈസ് ആൻ ആർമി. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ ഒരു ആർമിയാ. കരങ്ങളിലോട്ട് നോക്കിക്കേ. ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ കരങ്ങളിലേക്ക് നോക്കിക്കേ. ജയത്തിന്റെ കൊടികൾ വഹിച്ച ദൈവത്തിന്റെ സഭ. ഹല്ലേലൂയ. നമ്മൾ സഹിക്കുന്ന കഷ്ടങ്ങളൊന്നും വെറുതെയല്ല. ഒരു സഭയായി രൂപാന്തരപ്പെടുത്താൻ, തേജസ്സിന്റെ സഭയായി രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. ഇനി കയ്യിൽ അണല് തൂങ്ങിയ പൗലോസിനോട് ചോദിക്കും, അണല് തൂങ്ങിയപ്പം സ്തോത്രം എല്ലാം പോയില്ലേ? നീതിദേവി ജീവിക്കാൻ അവനെ അനുവദിക്കുന്നില്ല, അവൻ കുലപാതകൻ എന്ന് പറഞ്ഞ കൈകൊണ്ട് മെലീത്ത ദ്വീപിലുള്ള ഒട്ടുമുക്കാലത്തിനെ സ്നാനപ്പെടുത്തി. ദൈവത്തിന്റെ സ്തോത്രം. പുബ്ലിയോസ് പറഞ്ഞ മനുഷ്യനെ കുറിച്ച് ചരിത്രം പറയുന്നത്, അദ്ദേഹം അവിടുത്തെ ഒരു പാസ്റ്ററായി. ആരാണെന്നറിയാമോ? ഒരു ദൈവദാസൻ കഷ്ടം അനുഭവിക്കാൻ തയ്യാറായപ്പോൾ, മുറുക്കപ്പെട്ടപ്പോൾ മെലീത്ത ദ്വീപ് ദൈവസഭയായി മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഇന്നത്തെ മാൾട്ട അവിടെ എത്ര സഭയുണ്ടെന്നറിയാമോ? എത്രയോ ക്രൈസ്തവരുണ്ടെന്നറിയാമോ? എത്രയോ ദൈവവിശ്വാസമുണ്ടെന്നറിയാമോ? എന്താ കാരണം? ഒരു പൗലോസ് നുറുക്കപ്പെട്ടു. ഒരു പൗലോസിന് നേരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളുടെ നടുവിൽ അവൻ ശക്തിയോടെ നീന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ആരാണെന്നറിയാമോ? നിന്നെ തനിച്ചൊരു ജീവിതയാത്രയിൽ വിടുന്നവനല്ല. നിന്റെ ദൈവം നമ്മുടെ കരങ്ങൾക്ക് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കപ്പലുടഞ്ഞു പലകയിൽ പിടിച്ച അക്കരെ എത്തി ഒരു പലകയിൽ ശേഷിപ്പിക്കാതിരിക്കത്തില്ല. ദൈവം വിശ്വസ്തനാ. ഏത് പരിവെള്ളങ്ങളുടെ നടുവിലും ഒരു പലകയെങ്കിലും രക്ഷപ്പെടുവാൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ചെറിയ അനുഭവം എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ പറഞ്ഞ് ദൈവത്തിന് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒട്ടുമുക്കാൽ പേരും കേട്ടിട്ടുള്ളൊരു പാട്ടാ, അല്ലേ? എക്രോസ് ദ ബ്രിഡ്ജ്, ഇല്ലേ അമ്മാമേ? എക്രോസ് ദ ബ്രിഡ്ജ് പ്രശസ്തമായൊരു ഗാനമാണ്. പലരും പറയുന്നത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ജിഷയ്ക്കൊക്കെ അറിയാം. വളരെ പ്രശസ്തമായൊരു ഗാനമാണ് എക്രോസ് ദ ബ്രിഡ്ജ്. ഇതിൻ്റെ ഈ പാലത്തിന് അങ്ങേക്കരയിൽ ദർ ഇസ് നോ മോർ സോറോ, ദർ ഇസ് നോ മോർ പെയിൻ. അത് എഴുതുന്നത് ജിം റീവ്സ് എന്നുള്ള പാട്ടാണ്, അല്ല? ജിം റീവ്സ് എന്നുള്ള ഫേമസ് മ്യൂസിഷ്യൻ ആ പാട്ട് എഴുതി. അദ്ദേഹം എഴുതാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം രക്ഷിക്കപ്പെട്ട മനുഷ്യനല്ല. സ്തോത്രം. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാമൊക്കെ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹോളിവുഡിലെ പ്രശസ്ത മ്യൂസിഷ്യനാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇത്ര വലിയ പ്രശസ്തൻ, ഒരു ഫാൻ അസോസിയേഷൻ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടിൽ മയങ്ങി വീണ ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി ഒലിക്കുന്ന ഒരു ലാവക്കണക്കെ, നീരുറവ കണക്കെ അസമാധാനം നിറഞ്ഞതായിരുന്നു. ഒട്ടും സമാധാനമില്ല. അദ്ദേഹം ന്യൂയോർക്ക്, ഒരു യഹൂദനായിരുന്നു, ന്യൂയോർക്ക് സെറ്റിലായി. ന്യൂയോർക്കിലെ ഒരു ആറ്റ് തീരത്ത് കാറ്റ് കൊള്ളാൻ വേണ്ടി പോകും. ഇതൊക്കെ അമേരിക്കക്കാരൊക്കെ അങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കും. നമ്മളെ പോലല്ല. നമ്മോടൊക്കെ ചോദിക്കുക, നമ്മളെ പോലെയല്ല. നമ്മൾ വിഷമം വന്നാൽ പെരയ്ക്ക് അകത്തുനിന്ന് ഇറങ്ങത്തില്ല. പക്ഷെ അവരങ്ങനല്ല. അവർ കാറ്റ് കൊള്ളാനൊക്കെ ആറ്റുതീരത്തൊക്കെ പോകും കേട്ടോ. അങ്ങനെ പോയ സമയത്ത് ഒരു ബ്രിഡ്ജിന്റെ, ആ നദിക്കരയിലെ ഒരു ബ്രിഡ്ജിന്റെ കീഴിലിരിക്കുന്ന ഒരു മനുഷ്യൻ നോക്കി, ഫിഷക്കാരനാ.
അദ്ദേഹം ഈ സായിപ്പിനോടും ചോദിച്ചു, നമ്മുടെ ഭാഷയെ പറയട്ടെ, അപ്പാ വല്ലോം തരണേ എന്നൊക്കെ പറഞ്ഞു. അമ്മ എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടുള്ളൂ. അപ്പാ വല്ലോം തരണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചു നോക്കിയപ്പം ഈ മനുഷ്യന്റെ മുഖത്ത് ഒരു ദിവ്യ ശോഭ, പിശക്കാരന മുഖത്ത് വിളങ്ങുന്ന ഒരു ദിവ്യ ശോഭ. ഈ ജീവനവിസ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു, ചോദിച്ചു, താങ്കളൊരു പിശക്കാരന, പക്ഷേ താങ്കളുടെ മുഖത്തൊരു പ്രത്യേക സൗന്ദര്യം, ഒരു പ്രത്യേക ശോഭ. അദ്ദേഹം പറഞ്ഞു, ഒന്നും പറയാതെ പറഞ്ഞു, there is across the bridge my home, there is my home. ഈ ബ്രിഡ്ജിനക്കരെ എന്റെ വീടുണ്ട്. ജീബ്രീസ് വീണ്ടും ആകാംക്ഷഭരിതനായി നോക്കി, ഈ പിശക്കാരന് വീടോ? അദ്ദേഹം അടുത്ത വാക്ക് പറഞ്ഞു, there is no more sorrow, there is no more pain. Hallelujah. എന്നിട്ട് അദ്ദേഹം വിശദമാക്കി, ഈ മരണ യോർദാൻ എന്ന ബ്രിഡ്ജ് കടന്നാൽ ഞാൻ ചെല്ലുന്ന എന്റെ ഭവനത്തിലാണ്. ഹല്ലേലൂയ. ഈ മരണ യോർദാൻ എന്ന ഈ ബ്രിഡ്ജ് കവർ ചെയ്താൽ ഞാൻ ചെല്ലുന്ന എന്റെ ഭവനത്തിലോ. ഹല്ലേലൂയ. അവിടെ ആരുണ്ട് എന്നെ സ്വീകരിക്കാൻ? എനിക്ക് വേണ്ടി ജീവൻ തന്ന എന്റെ പ്രാണനായകൻ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ ഓടി വരും, അവൻ എന്നെ മുത്തം ചെയ്യും, എന്റെ കണ്ണിൽ കണ്ണുനീരെല്ലാം തുടച്ചു കളയും, എന്റെ കഷ്ടങ്ങൾ മുഴുവൻ മാറും. ഹല്ലേലൂയ. മാർവിൽ ഞാൻ ആശ്വാസം പ്രാപിക്കും. ഇതാണ് എന്റെ സന്തോഷത്തിന്റെ രഹസ്യം. അതുകൊണ്ട് ജിംറിസ് നടുങ്ങിപ്പോയി. ഒരു ഭിക്ഷക്കാരന് സമാധാനം നൽകുന്ന ഒരു യേശു. സ്തോത്ര. ആ ഭിക്ഷക്കാരന്റെ വാക്കുകളിൽ നിന്ന് കടമെടുത്ത പാട്ട അക്രോസ് ദ ബ്രിഡ്ജ്. അന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ടു. കേട്ടോ പ്രിയപ്പെട്ടവരെ, ഒരാളെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ നമുക്ക് വലിയ കഴിവോ ശക്തിയോ ഒന്നും വേണ്ട. നമ്മൾ അറിഞ്ഞ ദൈവ സന്തോഷം പകർന്നാൽ, നമ്മൾ അറിഞ്ഞ ദൈവിക സമാധാനം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ, സ്തോത്രം, ജീവിതങ്ങൾ രക്ഷിക്കപ്പെടാനിടയാകും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവിന്റെ ഒത്തിരി നടത്തിപ്പിനെ കുറിച്ച് ആ ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിലാവുമ്പോൾ നമ്മുടെ ഫുൾ കൺട്രോൾ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുക. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത് എങ്ങോട്ടാണെന്നറിയാമോ? എങ്ങോട്ടാ? തേജസ്സിലേക്കാ. സ്തോത്രം എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ കഷ്ടത്തിലാണെങ്കിലും പരിശുദ്ധാത്മാവ് എന്നെ നയിക്കുന്നത് എങ്ങോട്ടാ? തേജസ്സിലേക്ക് എന്നെ നയിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ തെക്കൻ കാറ്റും മറ്റു കാറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, ഈശാനമൂലൻ കാറ്റും കൊടുങ്കാറ്റുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ ഓർക്കണം, കർത്താവ് അനുവദിക്കാതെ, സ്തോത്രം, ഫുൾ കൺട്രോൾ ആരുടെ കയ്യിലാ? പരിശുദ്ധാത്മാവിന്റെ കയ്യിലാ. ഹല്ലേലൂയ. എന്റെ ദൈവം അനുവദിക്കാതെ. ഇതെല്ലാം ആരുടെ കയ്യിലാ? ഇതെല്ലാം ആരുടെ കയ്യിലാ? നമ്മുടെ തമ്പുരാന്റെ കയ്യില. അവൻ അനുവദിക്കാതെ. നമ്മൾ ചോദിക്കത്തില്ലേ, കർത്താവേ ഈ കഷ്ടത്തിന്റെ സ്തോത്രം, ഇത് എവിടെ, ഇതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ലെന്നൊക്കെ ചോദിക്കുന്ന സഹോദരിമാരി അകത്തുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാടോടെ ഞാൻ പറയട്ടെ, പറയാൻ സമയമില്ലായിട്ട് പറയാതെ ഞാൻ പോയത്. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ദൈവസേനി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, സ്തോത്രം, വളരെ പ്രാർത്ഥിക്കേണ്ട നാളുകളാ. ഇതുവരെ ഭാരതം കാണാത്തൊരു പീഡയിൽ കൂടി ദൈവസഭ കടന്നു പോകാൻ പോവാ. ഹല്ലേലൂയ. ഇതുവരെ ഭാരതം കണ്ടിട്ടില്ലാത്ത, ഇപ്പം നമ്മൾ ഒത്തിരി പീഡകളെ കുറിച്ച് കേൾക്കുന്നു, സ്തോത്രം, എന്നാൽ ഇതുവരെ ഭാരതം കണ്ടിട്ടില്ലാത്ത തീവ്രമായ പീഡയിൽ കൂടി ദൈവസഭ കടന്നു പോകാൻ പോകാം. പ്രിയപ്പെട്ടവരെ, നിൽക്കണമെങ്കിൽ നമുക്ക് ശക്തി വേണം, ദൈവാത്മാവിന്റെ നിറവ് നമുക്ക് വേണം. ഇങ്ങനെ ഒരു സാധാരണ ലൈഫ് കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ദൈവാത്മാവിന്റെ നിറവ് നമുക്ക് വേണം, ദൈവശക്തിയുടെ നിറവ് നമുക്ക് വേണം. നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട. ഞാൻ ഈ പീഡയൊക്കെ പറയുമ്പോൾ ആരും ഭാരപ്പെട്ടു പോകില്ല. അതിനകത്ത് 26-ാം വാക്യത്തിൽ, 8-26 വാക്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്. ഔവണ്ണം ആത്മാവും നമ്മുടെ ബലഹീനതയ്ക്ക്, ജീവിതത്തിന്റെ ഏത് പരിശോധന കൂടി നീ കടന്നു പോയാലും, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധി കൂടി നീ കടന്നു പോയാലും, നിന്നെ അക്കരെ എത്തിക്കത്തില്ലെന്ന് വെല്ലുവിളികളുടെ കാറ്റുകൾ നിനക്കെതിരെ ആഞ്ഞടിച്ചാലും, നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്. എന്നിട്ട് ആ വാക്യങ്ങളുടെ അന്തസത്ത ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറഞ്ഞു നിർത്താം. സ്തോത്രം. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇന്റർസീഡ് ഫോർ us എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് വേണ്ടി നമ്മുടെ പക്ഷം പിടിച്ച് വാദിക്കുന്നു. പറഞ്ഞിട്ടില്ലേ, എന്റെ പക്ഷത്ത് നിൽക്കാൻ ആരുമില്ല, ഒരു വാക്ക് എനിക്ക് വേണ്ടി പറയാൻ ആരുമില്ല എന്ന് പറഞ്ഞ നിന്നോട് പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ പക്ഷത്ത് നിന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ ഒരു വക്കീലിനെ പോലെ നിന്റെ പക്ഷത്ത് നിന്ന് നിനക്ക് വേണ്ടി വാദിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ഭയപ്പെട്ടു പോകേണ്ട, നമ്മൾ പതറിപ്പോകേണ്ട. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഈ വചനത്തിന്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നു, 37-ാം വാക്യം. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണതയും. എങ്ങനെ? നിരാശയാണോ? അവസാന വാക്യങ്ങൾ നിരാശ മാറി. സ്തോത്ര. കഷ്ടതയുടെ തീച്ചൂളയിലൊക്കെയാ. പക്ഷേ നാലാമനായിട്ടല്ല, ഒന്നാമനായി ഇറങ്ങി വരുന്ന യേശുവിന്റെ സാന്നിധ്യം.
എബ്രായമാന്മാരോട് ചോദിച്ചാൽ അവർ പറയും തീയുടെ മണം പോലും ഏറ്റില്ല. എന്തിനാ തീ വന്നത്? ദഹിപ്പിക്കാനോ വന്നത്. എന്തിനാ തീ വന്നത്? ദഹിപ്പിച്ച് ചാമ്പലാക്കാൻ വന്ന തീയ. പക്ഷെ തീയുടെ മണം പോലും വേശാതെ അക്കരെ കിടത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോ ദൂത് കൈമാറുക. രോഗമെന്ന അഗ്നിചൂളയിൽ കൂടി നീ കടന്നു പോകുകയായിരിക്കാം, പരിശോധനകളുടെ തീച്ചൂളിൽ കൂടി നീ കടന്നു പോകുകയായിരിക്കാം, വേദനകളുടെ തീച്ചൂളിൽ കൂടി നീ കടന്നു പോകുകയായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുക, തീയുടെ മണം പോലും വേശാതെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. തീയുടെ മണം പോലും വേശാതെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരും. തീച്ചൂളയ്ക്ക് ഒരു ശമനമുണ്ട്, വേദനകൾക്ക് ഒരു ശമനമുണ്ട്, കഷ്ടങ്ങൾക്ക് ഒരറുതിയുണ്ട്. യേശു വരാറായി, കാഹളം കേൾക്കാറായി, നമ്മുടെ നിന്ദകൾ മാറാറായി, വേദനകൾ തീരാറായി. യേശുവിന്റെ സാന്നിധ്യം നിന്റെ വേദന മാറ്റുന്ന, യേശുവിന്റെ സാന്നിധ്യം നിന്റെ നിന്ദ എടുത്തു കളയുന്ന, യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങൾ അഴിഞ്ഞു മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവ കൃപ ഇവിടെ വ്യാപരിക്കട്ടെ, അന്ധകാര ശക്തികൾ മാറിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ ജനം സൗഖ്യം പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജനം വിടുതൽ പ്രാപിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ ജനത്തിന്മേൽ വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ, യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ശക്തി, അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ സഭകൾ വളരട്ടെ, യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ജനം നിറയപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം നന്ന ദൈവമക്കൾക്കും കമ്മിറ്റിക്കും എല്ലാം കർത്താവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ദൈവം സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു.